ഇസ്രായേലിൻ്റെ ശക്തിക്ക് മുന്നിൽ പതറാതെ ഒരു ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും തകർക്കാനാവാത്ത ആത്മവീര്യത്തോടെ ഗാസയിലേക്ക് വീണ്ടും ഫ്ലോട്ടിലകൾ എത്തുകയാണ്. 9 ബോട്ടുകളാണ് മാനുഷിക സഹായവുമായി ഇസ്രായേലിൻ്റെ വിലക്കുകൾ വകവെക്കാതെ ഗാസയിലേക്ക് എത്തിയത്. തടഞ്ഞാലും കൊന്നാലും ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ പ്രഖ്യാപനം. നീതിക്കായുള്ള ഈ പോരാട്ടത്തെ തോൽപ്പിക്കാനാവില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇവർ എത്തുന്നത്. എന്നാൽ ഈ യാത്രികരെയും ഷിപ്പുകളെയും ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു എന്നാണ് റിപ്പോർട്ട്. ഭക്ഷണവും വെള്ളവും വരെ നിഷേധിക്കപ്പെട്ട ഗാസയിലെ ജനങ്ങൾക്ക് സഹായവുമായിട്ടായിരുന്നു അവരുടെ യാത്ര. കപ്പലുകൾ ഗാസയുടെ 120 നോട്ടിക്കൽ മൈൽ അകലെ ഇസ്രായേലിൻ്റെ ഇൻ്റർസെപ്ഷൻ സോണിൽ പ്രവേശിച്ചതിന് ശേഷമാണ് സൈനികർ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് അറിയുന്നത്. ഫ്രീഡം ഫ്ലോട്ടിലയുടെ ഭാഗമായ 9 കപ്പലുകളിലായി 100 ആളുകളാണ് ഉണ്ടായിരുന്നത്. 2008 സ്ഥാപിതമായ ഫ്രീഡം ഫ്ലോട്ടില കൊയിലേഷൻ ഗാസയിലെ ഇസ്രായേൽ ഉപരോധത്തിൻ്റെ ഭീകരത ലോകത്തിന് മുന്നിൽ എത്തിക്കാനും സഹായം എത്തിക്കാനുമായി ഡസൻ കണക്കിന് ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ദൗത്യത്തിലെ 9 കപ്പലുകളെയും ഇസ്രായേൽ സൈന്യം ആക്രമിച്ചതായാണ് സംഘത്തിൻ്റെ ട്രാക്കർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഞങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല, വംശഹത്യ അവസാനിപ്പിക്കുകയും ഉപരോധം തകർക്കുകയും വേണം എന്നാണ് ഉപരോധം തകർക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കമ്മിറ്റി എക്സിൽ എഴുതിയത്. തടവിലാക്കിയ കപ്പലിലുള്ള പ്രവർത്തകരെ ഇസ്രയേലി തുറമുഖത്തേക്ക് മാറ്റുന്നതായി വിദേശകാര്യ മന്ത്രാലയം എക്സിൽ പറയുന്നു. അവരെ ഉടനെ നാട് കടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും എക്സിലെ കുറിപ്പിൽ പറയുന്നു. നേരത്തെ ഗ്രെറ്റ തുൻബർഗ് അടക്കമുള്ള 450 ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ നേവി കസ്റ്റഡിയിലെടുത്ത് നാട് കടത്തുകയായിരുന്നു. ഇസ്രായേൽ കസ്റ്റഡിയിൽ വെച്ച് വലിയ പീഡനങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്നെന്നും ഇവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. അതിനിടെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റ് ഓഫ് വാർ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഇസ്രായേലിന് അമേരിക്ക നൽകിയ സഹായത്തിൻ്റെ കണക്കുകൾ പുറത്തു പറയുന്നുണ്ട്. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയത് അമേരിക്കയുടെ ചെലവിൽ തന്നെയാണെന്ന് ആ കണക്കുകൾ വ്യക്തമാക്കുകയാണ്. ആക്രമണം 2 വർഷം കഴിയുമ്പോൾ ഇസ്രായേലിന് അമേരിക്ക നൽകിയത് ഏകദേശം 2 ലക്ഷം കോടി ഇന്ത്യൻ രൂപയുടെ സൈനിക സഹായമാണ്. ആദ്യ വർഷം $1790 കോടി, രണ്ടാം വർഷം $380 കോടി അമേരിക്ക ചെലവാക്കിയത്. ഗാസയിൽ അമേരിക്കയുടെ പണമോ ആയുധമോ ഇല്ലാതെ ഇസ്രായേലിന് വംശഹത്യ നടത്താൻ ശേഷിയില്ല. ഇറാനിൽ ആക്രമണം നടത്തിയതും യമനിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നതും എല്ലാം അമേരിക്കയുടെ സൈനിക സാമ്പത്തിക പിന്തുണ കൊണ്ട് മാത്രമാണ്. വിദേശ സൈനിക സഹായമെന്ന പേരിലാണ് ഏറ്റവും കൂടുതൽ പണം അമേരിക്ക ഇസ്രായേലിന് നൽകിയത്. $812 കോടി ഇങ്ങനെ നൽകിയത്. മിസൈൽ പ്രതിരോധത്തിന് $500 കോടി ഇസ്രായേലിന് മറ്റ് സൈനിക ആയുധങ്ങൾ നൽകാൻ $440 കോടി സഹായവും അമേരിക്ക നൽകിയിട്ടുണ്ട്. ഇതേ ഡൊണാൾഡ് ട്രംപാണ് സമാധാനത്തിനായി താൻ ചെയ്ത കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത്തവണത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണമെന്ന് നിരന്തരമായി സ്വീഡനോട് ആവശ്യപ്പെടുന്നത്. ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനേക്കാൾ കൊടും കുറ്റവാളികൾ അമേരിക്ക തന്നെയാണ്. അവരുടെ സഹായവും സമ്മതവും ഇല്ലാതെ ഒന്നും തന്നെ ഇസ്രായേൽ ചെയ്തിട്ടുമില്ല.